ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. എൻ്റെ കഴിഞ്ഞ 2 വീഡിയോകൾ നിങ്ങൾ പലരും കണ്ടുവെന്ന് എനിക്കറിയാം. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു തനി നാടൻ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. താറാവ് നമ്മൾ പല വിധത്തിലുണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടനാടൻ ഡക്ക് റോസ്റ്റാണ്. അത് ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ കുട്ടനാടൻ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ ഡക്ക് റോസ്റ്റിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ കണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇത് ഒരു താറാവിനെ മുഴുവനായിട്ട് വാങ്ങിച്ചാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കുറച്ച് നേരം ഉപ്പും വിനാഗിരി ഇട്ട് വെച്ചതിന് ശേഷം കഴുകി വാരിയെടുത്തതാണ്. ഇതൊരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം, അതൊരു 10-20 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഉണ്ട്, ഇത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പിരിയമുളക് പൊടിയാണ്, ഇത് ഞാൻ നാട്ടിൽ നിന്നും പൊടിപ്പിച്ചുകൊണ്ട് വന്നതാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമുക്ക് പെരിഞ്ജീരകം, പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഒരു തക്കോലം, ഇതെല്ലാം നമ്മുടെ മസാലക്കൂട്ടാണ്. ഇത് ഞാൻ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പിടാൻ വേണ്ടി ഉപ്പ് വേണം, തേങ്ങാക്കൊത്ത് ചെറുതായി കനം കുറച്ച് അരിഞ്ഞതാണ്, അതൊരു കുറച്ച് വേണം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാൽ, അതൊരു 1/2 കപ്പ്, കടുക്, പിന്നെ വിനാഗിരി. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പൊട്ടറ്റോ ഞാൻ കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞതാണ്, പിന്നെ കുറച്ച് പത്തനമുളക് വേണം, പിന്നെ കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം ഈ താറാവിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് താറാവ് ഒരു പാത്രത്തിലേക്ക് ഇടാം. അതിനകത്ത് കുറച്ച് മസാല ഇടണം. അപ്പോൾ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതൊരു 1.5 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് വേവിക്കാൻ വെക്കണം. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഇത് വേകുന്നതിന് ആവശ്യമുള്ള വെള്ളമാണിത്. അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് നോക്കാം വെള്ളമൊക്കെ ഉണ്ടോ എന്ന്. അതിൻ്റെ ഇറച്ചിക്കകത്തുനിന്നുള്ള വെള്ളം കൂടെ ഇറങ്ങി ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. വെന്തിട്ടില്ല, അത് നമുക്ക് കുറച്ചുകൂടെ കൂടെ വേവിക്കാൻ വെക്കാം. 30 മിനിറ്റ് വെന്തതിന് ശേഷമാണ് ഞാനിത് നോക്കുന്നത്. ഇത് നന്നായി വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ ഒരുവിധം പറ്റി. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റി, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അതൊന്ന് വറുത്തെടുക്കണം ഈ ഇറച്ചി. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇറച്ചി കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇടാം. ഇതൊന്ന് വറുത്തെടുക്കണം. ഒത്തിരി മൂപ്പിച്ചെടുക്കണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. കണ്ടോ, നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പരുവത്തിലാകുമ്പോൾ എടുക്കാം. ഒത്തിരി മൂത്ത് പോകാതെ നോക്കണം കേട്ടോ, ഒരു ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കി ഇരിക്കുന്ന ഇറച്ചി കൂടി ഇതുപോലെ വറുത്തെടുക്കാം. ഇത് ഓൾറെഡി വെന്തിരിക്കുവാണ്, ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന എണ്ണ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ വേറൊരു പാനിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് കടുക് പൊട്ടിക്കണം. അതിന് വേണ്ടിയുള്ള എണ്ണ ഇട്ടു, കടുക് ഇടുകയാണ്. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെക്കുക, നമ്മുടെ ദേഹത്ത് തെറിക്കണ്ടല്ലോ. ഇഞ്ചി ഇട്ടു, നമ്മുടെ വെളുത്തുള്ളി കൂടി ചേർക്കാം. അതുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ചെറിയ ഉള്ളി ചേർക്കാം. ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ, അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നത്. ഇത് വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ എളുപ്പം ഇത് വഴന്ന് കിട്ടുമല്ലോ. നമ്മുടെ സവാള കൂടി ചേർക്കാം. നമുക്ക് പകുതി സവാള ചേർത്താൽ മതി, അരിഞ്ഞു വെച്ചിരിക്കുന്നതിന് പകുതി. അതിൻ്റെ ബാക്കി എനിക്ക് പിന്നീട് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലോടും ഇതിനകത്തേക്ക് ഇടാം. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാനൊന്ന് നോക്കുവാണ്. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ പരുവാകുമ്പോൾ നമുക്കതിൻ്റെ പൊടികളെല്ലാം ഇടാം. അപ്പോൾ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി,
ഇതിനകത്തോട്ട് ഇടുവാണ്. അതൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മസാലക്കൂട്ട് ഒരു 2 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇത്രയും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ മസാലയൊക്കെ ഇടുമ്പോൾ നമ്മൾ ഫ്ലെയിം താത്തി വെക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോവും. ഇപ്പോൾ മസാല കണ്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ താറാവിറച്ചി ഇതിനകത്തേക്ക് ചേർത്ത് യോജിപ്പിക്കാം. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു, എല്ലാം മിക്സായി. ഇനി നമുക്ക് 2 സ്പൂൺ വിനാഗിരി കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. അതുകൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ വിനാഗിരി ചേർക്കുമ്പോൾ നമ്മുടെ ഇറച്ചി നല്ല സോഫ്റ്റ് ആകും, അതിനു വേണ്ടിയാണ് വിനാഗിരി ചേർക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഇതൊന്ന് മൂടി വെക്കുവാണ്. ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്നുകൂടെ ഇളക്കാം. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ആ തേങ്ങാപ്പാൽ കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. അതുകൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും നമുക്കൊരു സെമി ഗ്രേവി പരുവത്തിൽ കിട്ടും. ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ കുരുമുളക് പൊടിയും മസാലക്കൂട്ടും കൂടെ ചേർക്കുകയാണ്. ഇത് വാങ്ങാൻ നേരത്ത് നമ്മൾ ചേർക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവർ കിട്ടും. കണ്ടോ, ഇത് നല്ലൊരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനത് വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ, പിന്നെ ഉണക്കമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു 2 ഇടിയപ്പം എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. കണ്ടോ, നല്ല രസമില്ല കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് കുട്ടനാടൻ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് നമുക്ക് അപ്പം, ഇടിയപ്പം, അല്ലെങ്കിൽ ചപ്പാത്തി, പെറോട്ട, ഇങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ഞങ്ങൾ ഇന്നിവിടെ കഴിച്ചത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ്. അത് നല്ലൊരു കോമ്പിനേഷനായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്താൽ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരും. ഓക്കെ, ബൈ.